ഓക്കെ, താങ്ക് യു റോമൻ. ഞാനൊരു അമിത മദ്യപാന രോഗിയാണ്. ലോകത്തിന്റെ കരുണയാലും എന്ന അത്ഭുത കൂട്ടായ്മയുടെ സഹായത്താൽ ഇന്ന് ദിവസം മദ്യപിച്ചിട്ടില്ല. എന്റെ പേര് ഷിബു. എല്ലാവർക്കും ഹായ്. അപ്പോ നമ്മള് ദ ലാംഗ്വേജ് ഓഫ് ദ ഹാർട്ട് അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ഭാഷ എന്ന പേരിൽ അടങ്ങിയിരിക്കുന്ന ബിൽ ഡബ്ല്യുവിന്റെ കുറെ ലേഖനങ്ങളുണ്ട്. ആ ലേഖനങ്ങളുടെ വളരെ ദീർഘരൂപത്തിലുള്ള ലേഖനങ്ങളാണ് 12 പടികളും 12 പാരമ്പര്യങ്ങളും എന്നുള്ള പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പിന്നെ ചെറിയ ചെറിയ മറ്റ് ലേഖനങ്ങൾ ഓരോ കാലഘട്ടം തിരിച്ച് ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് 1950 മുതൽ 58 വരെയുള്ളതാണ്. അതിനു മുമ്പുള്ള കുറെ ലേഖനങ്ങൾ നമ്മൾ വായിച്ചു പോയി. ഇപ്പോൾ ഇന്ന് ഞാൻ വായിക്കാൻ ഉദ്ദേശിക്കുന്ന ലേഖനങ്ങളുടെ തുടക്കം സർവീസസ് മേക്ക് എ തിക് എന്നാണ്. അതിൽ സേവനം ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗത്വത്തെ കൂടുതൽ ഉറപ്പുള്ളതാക്കുന്നു എന്നുള്ള ഒരു ഇതാണ്. അപ്പൊ നവംബർ 1951 ആ ലേഖനം എഴുതിയത്. അപ്പൊ ഞാൻ അതിന്റെ ഇംഗ്ലീഷ് വായിച്ച് അതിന്റെ മലയാളത്തില് ആശയവിവർത്തനം നടത്താം. എ കോഫി പോട്ട് സിമ്മേഴ്സ് ഓൺ ദ കിച്ചൺ സ്റ്റൗ. അടുക്കള സ്റ്റൗവിൽ ഒരു കാപ്പിപ്പാത്രം തിളച്ചുകൊണ്ടിരിക്കുന്നു. എ ഹോസ്പിറ്റൽ സോബേഴ്സ് ദ സ്ട്രൈക്കൺ സഫറർ. ആശുപത്രിയിൽ ശാന്തനായി മാറിയ അല്ലെങ്കിൽ ആശുപത്രി ചികിത്സയ്ക്ക് ശേഷം ശാന്തരായ ആളുകൾ അവിടെ വീണ്ടും ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുന്നു. ജനറൽ ഹെഡ്ക്വാർട്ടേഴ്സ് ബ്രോഡ്കാസ്റ്റ് ദ എ മെസ്സേജ്. ജനറൽ ഹെഡ്ക്വാർട്ടേഴ്സ് എയുടെ സന്ദേശം പ്രക്ഷേപണം ചെയ്യുന്നു. അവർ സർവീസ് ലൈഫ് ലൈൻ സ്പാൻ ദ 7 സീസ്. ഇങ്ങനെ പല 7 സമുദ്രങ്ങൾ പോലെയാണ് നമ്മുടെ ലൈഫ് ലൈനുകൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിനെ വിജയിപ്പിക്കുന്ന അല്ലെങ്കിൽ ജീവൻ രക്ഷിക്കുന്ന ഈ പ്രോഗ്രാം മെസ്സേജുകൾ ലോകം മുഴുവനും എത്തുന്നത്. ഓൾ ദിസ് സിംബോളൈസ് എ ഇൻ ആക്ഷൻ. ഇതെല്ലാം പ്രതികരിക്കുന്നത് 7 സമുദ്രങ്ങൾ പോലെയാണ് ഇത് ലൈഫ് ലൈനുകൾ പോകുന്നത്. ഇവയെ പ്രതീകപ്പെടുത്തുന്നു. എല്ലാ പ്രവർത്തനങ്ങളും സിംബോളൈസ് എ ഇൻ ആക്ഷൻ, അതായത് പ്രവർത്തികളെ പ്രതീകപ്പെടുത്തുന്നു. ഫോർ ആക്ഷൻ ഈസ് ദ മാജിക് വേർഡ് ഓഫ് ആൽക്കഹോളിക്സ് അനോണിമസ്. ആൽക്കഹോളിക്സ് അനോണിമസിന് പ്രവർത്തനം എന്നതാണ് മാന്ത്രിക പദം. ആക്ഷൻ അല്ലെങ്കിൽ പ്രവൃത്തിയാണ് മാന്ത്രിക പദം. So it is that every AA service daily proves that the so-called material activities can lead to magnificent spiritual results. അതായത് അതിനാൽ ഭൗതിക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് മെറ്റീരിയൽ ആക്ടിവിറ്റീസ് ഭൗതിക പ്രവർത്തനങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നവ മഹത്തായ ആത്മീയ ഫലങ്ങളിലേക്ക് നയിക്കുമെന്ന് എല്ലാ AA സേവനങ്ങളും ദിവസം തോറും തെളിയിക്കുന്നു. Once upon a time, all AA meetings were held in homes. ഒരു കാലത്ത് AA യോഗങ്ങളെല്ലാം അല്ലെങ്കിൽ AAയുടെ മീറ്റിങ്ങുകളെല്ലാം വീടുകളിലായിരുന്നു. There weren't any committees and nobody put up a cent. ആ കാലത്ത് ഒരു കമ്മിറ്റികളൊന്നും ഉണ്ടായിരുന്നില്ല. ആരും ഒരു സെന്റ് പണം പോലും ഇതിനു വേണ്ടി ചെലവാക്കിയിട്ടില്ല. We hadn't even a name and founders were unheard of. It was that simple. ഞങ്ങൾക്കൊരു പേര് പോലും ഉണ്ടായിരുന്നില്ല, സ്ഥാപകർ എന്ന് പോലും കേട്ടിട്ടില്ല. അത് വളരെ ലളിതമായിരുന്നു. ഇറ്റ് വാസ് ദാറ്റ് സിമ്പിൾ. അത്രമാത്രം ലളിതമായിരുന്നു. യെറ്റ് വി ഡിഡ് എൻജോയ് വൺ സർവീസ്, എ വാല്യുബിൾ വൺ ടു. എന്നിട്ടും ഞങ്ങൾ ഒരു സേവനം എന്ന കാര്യം ആസ്വദിച്ചു, അത് വിലപ്പെട്ടതായി കണക്കാക്കി. വൈഫ്സ് ബാക്ക്ഡ് കേക്ക്സ് ആൻഡ് ബ്രൂഡ് സ്ട്രോങ് കോഫി ഫോർ us. Alkies huddling together in the front parlors, still terrified that our new program might not work after all. ഞങ്ങള് സേവനം ആസ്വദിക്കുകയും അതിന് വിലയും കൊടുത്തു, അല്ലെങ്കിൽ വിലപ്പെട്ടതായി കണക്കാക്കി. ഭാര്യമാർ ദോശ ചുടുകയും അല്ലെങ്കിൽ ബേക്ക്ഡ് കേക്ക്സ് അല്ലെങ്കിൽ കേക്കുകൾ ചുടുകയും കടുപ്പമുള്ള കാപ്പി ഉണ്ടാക്കുകയും ചെയ്തു. മുൻവശത്തെ പാർലറുകളിൽ ഒതുങ്ങി നിൽക്കുന്ന ഞങ്ങളുടെ മദ്യാസക്തർ ഒതുങ്ങിക്കൂടി നിന്നു. ഞങ്ങളുടെ പുതിയ പ്രോഗ്രാം എല്ലാത്തിനും ഉപരിയായി പ്രവർത്തിക്കില്ലല്ലോ എന്ന ഭയം ഞങ്ങൾക്കുണ്ടായിരുന്നു. Wives baked cakes and brewed strong coffee. കടുപ്പത്തിലുള്ള കാപ്പി ഉണ്ടാക്കി for us alkies huddling together in the front parlors. അതായത് മുൻവശത്തെ ലിവിംഗ് റൂമിലെല്ലാം അല്ലെങ്കിൽ പാർലറിൽ തിങ്ങിക്കൂടിയ ഞങ്ങൾക്ക് still terrified that our new program might not work after all. ഞങ്ങളുടെ ഈ പുതിയ പ്രോഗ്രാം എല്ലാത്തിനും ഉപരിയായി പ്രവർത്തിക്കില്ലല്ലോ എന്ന ഭയം ഞങ്ങൾക്കുണ്ടായിരുന്നു. Those wifely dispensations of good cheer smoothed the way and so lightened our burden of doubt.
നല്ല സന്തോഷത്തോടെയുള്ള ഞങ്ങളുടെ ഭാര്യമാരുടെ ഇത്തരം കേക്കിന്റെയും കാപ്പിയുടെയും വിതരണങ്ങൾ വഴി ഞങ്ങളുടെ സംശയത്തിന്റെ ഭാരം ലഘൂകരിക്കുകയും ഞങ്ങളുടെ വഴി സുഗമമാക്കുകയും ചെയ്തു. Those from the very beginning did such gracious service make അങ്ങനെ തുടക്കം മുതൽ അത്തരം കൃപയുള്ള സേവനം എയെ കടുപ്പമുള്ളതാക്കി, അല്ലെങ്കിൽ കൂടുതൽ ശക്തിയുള്ളതാക്കി. ബൈ ആൻഡ് ബൈ മീറ്റിംഗ്സ് ഗോട്ട് ബിഗ്. ക്രമേണ മീറ്റിങ്ങുകൾ വലുതായി തുടങ്ങി. അവർ ഫ്രണ്ട് പാർലേഴ്സ് കുഡിന്റ് ഹോൾഡ് ദം. ഞങ്ങളുടെ വീടുകളിലെ മുൻവശത്തെ ലിവിംഗ് റൂമുകളോ അല്ലെങ്കിൽ ഫ്രണ്ട് പാർലറുകളോ എല്ലാ ആൽക്കഹോളിക്കിനെയും ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ ഹാളുകളായി. വി ഹാഡ് ടു മൂവ് ഇൻ ടു ഹാൾസ്. പിന്നീട് ഞങ്ങൾക്ക് ഹാളുകളിലേക്ക് മാറേണ്ടി വന്നു. മീറ്റിംഗ് ഗാദറിംഗ് പ്ലേസസ് സെൽഡം കെയിം ഫ്രീ, സോ വി മസ്റ്റ് നീഡ്സ് പേ റെന്റ്. സ്ഥലങ്ങൾ അപൂർവമായ മാത്രമേ സൗജന്യമായി ലഭിക്കാറുള്ളൂ, അതിനാൽ ഞങ്ങൾക്ക് വാടക നൽകേണ്ടതായിട്ട് വന്നു. ലാൻഡ് ലോർഡ്സ് വെയർ ഇൻ എ പാർട്ടിക്കുലർ ഇൻട്രസ്റ്റഡ് ഇൻ ദ സ്പിരിച്വൽ അഡ്വാൻറ്റേജ് ഓഫ് ഗ്രൂപ്പ് പോവർട്ടി. ഭൂ ഉടമകൾക്ക് നമ്മുടെ ഗ്രൂപ്പ് ദാരിദ്ര്യത്തിന്റെ ആത്മീയ നേട്ടങ്ങളിൽ അവർക്ക് വലിയ താല്പര്യമുള്ള ഒരു കണിക പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർക്ക് വാടക കൊടുക്കേണ്ടിയിരുന്നു. ലാൻഡ് ലോർഡ്സ് വെയർ ഇൻ പർട്ടിക്കുലർ ഇൻട്രസ്റ്റഡ് ഇൻ ദ സ്പിരിച്വൽ അഡ്വാൻറ്റേജ് ഓഫ് ഗ്രൂപ്പ് പോവർട്ടി. ഗ്രൂപ്പുകൾ ദരിദ്രമായിരിക്കേണ്ടതിന്റെ ആത്മീയ വസ്തുതയെ കുറിച്ച് ഭൂ ഉടമകൾക്ക് അല്ലെങ്കിൽ ഞങ്ങളെടുത്ത ഹാളിന്റെ ഉടമകൾക്ക് അറിയില്ലായിരുന്നു. സോ സമ്മൺ പാസ്ഡ് ദ ഹാറ്റ് ആൻഡ് വി ഡ്രോപ്ഡ് മണി ഇൻ ടു ഇറ്റ് വോളണ്ടിയർലി. അങ്ങനെ ആരോ ഒരാൾ ഞങ്ങളുടെ ഇടയിലൂടെ ഞങ്ങൾ ധരിച്ചിരുന്ന തൊപ്പി പണം ഇടുന്നതിനായി കടത്തിവിട്ടു. ഞങ്ങൾ സ്വമേധയാ അതിൽ പണം ഇട്ടു തുടങ്ങി. We knew we couldn't meet or function as a group unless we did. ഞങ്ങൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരു ഗ്രൂപ്പായി കണ്ടുമുട്ടാനോ പ്രവർത്തിക്കാനോ കഴിയില്ലെന്ന് അപ്പോൾ ഞങ്ങൾക്ക് അറിയാമായിരുന്നു. We gradually learned that rent was necessary to ensure sobriety, our spiritual dividend, life itself. അപ്പൊ ഗ്രൂപ്പായി കണ്ടുമുട്ടാനോ ഞങ്ങൾക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാനോ അങ്ങനെ ചെയ്തില്ലെങ്കിൽ കഴിയില്ലെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. ശാന്തത ഉറപ്പാക്കാൻ വാടക ആവശ്യമാണെന്ന് ഞങ്ങൾ വെറുപ്പോടെയാണെങ്കിലും മനസ്സിലാക്കി. ഗ്രാഡ്ജിങ്ങിന്, അതായത് ഇച്ചിരി വെറുപ്പൊക്കെ വന്ന് പൈസ കിട്ടണമെന്നൊക്കെ പറഞ്ഞാലും വെറുപ്പോടെ ഞങ്ങൾക്ക് ശാന്തത ഉറപ്പാക്കണമെങ്കിൽ ഈ വാടക കൊടുക്കണമെന്ന് മനസ്സിലാക്കി. നമ്മുടെ ആത്മീയ ലാഭവിഹിതം, അതെ നമ്മുടെ ജീവിതം തന്നെ ഒരു പകുതി, അവർ സ്പിരിച്വൽ ഡിവിഡൻഡ് ലൈഫ് ഇറ്റ് സെൽഫ്, ജീവിതം തന്നെ നമ്മുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിന്റെ ഒരു ലാഭവിഹിതം അവിടെ കൊടുത്തു. ദിസ് റെന്റ് പേയിങ് പ്രോസസ് ഓൾസോ പ്രൊഡ്യൂസ്ഡ് ദ ഫസ്റ്റ് എ ഒഫീഷ്യൽ. അങ്ങനെ ഈ വാടക അടയ്ക്കൽ പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ എയുടെ ആദ്യത്തെ ഔദ്യോഗിക അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ എ ആയിട്ട് മാറിയത്, അല്ലെങ്കിൽ ഔദ്യോഗികം എന്ന് പറയുന്ന ഒരു കാര്യമായി മാറിയത്. ദ gent we picked to pass the hat soon became our treasurer. തൊപ്പി കൈമാറാൻ ഞങ്ങൾ തെരഞ്ഞെടുത്ത മാന്യൻ താമസിയാതെ ഞങ്ങളുടെ ട്രഷററായി മാറി. ദെൻ അല്ലെങ്കിൽ പണങ്ങൾ സൂക്ഷിക്കുന്ന ആളായി മാറി, ട്രഷറർ. ദെൻ ഫോൺ കോൾസ് ഹാഡ് ടു ബി ആൻസേർഡ്, ലെറ്റേഴ്സ് റിട്ടേൺ, ലിറ്ററേച്ചർ ഓർഡേഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ്. പിന്നെ ഫോൺ കോളുകൾക്ക് മറുപടി നൽകുകയും കത്തുകൾ എഴുതുകയും സാഹിത്യങ്ങൾ ഓർഡർ ചെയ്യുകയും വിതരണം ചെയ്യുകയും ചെയ്യണമായിരുന്നു. Then now a familiar group secretary put in an appearance. Presently newspaper interviews had to be given, preachers and doctors canvassed, hospital arrangements made, banquets set up, not by anybody either. Somebody special had to be picked to do those chorus. That somebody became the group service chairman. പിന്നെ ഫോൺ കോളുകൾക്ക് മറുപടി നൽകുകയും കത്തുകൾ എഴുതുകയും സാഹിത്യങ്ങൾ ഓർഡർ ചെയ്യുകയും വിതരണം ചെയ്യുകയും ചെയ്യണമായിരുന്നു. ഇപ്പോൾ പരിചയമുള്ള ഗ്രൂപ്പ് സെക്രട്ടറി അപ്പോഴാണ് ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. നിലവിൽ പത്ര അഭിമുഖങ്ങൾ ഞങ്ങൾ നൽകണം, പ്രസംഗകരെയും അല്ലെങ്കിൽ ഗ്രൂപ്പിൽ പ്രസംഗിക്കാനും ഡോക്ടർമാരെയും ക്യാൻവാസ് ചെയ്യണം, ആശുപത്രി ക്രമീകരണങ്ങൾ നടത്തണം, വിരുന്നുകൾ സജ്ജീകരിക്കണം. ഇതെല്ലാം, ഈ ജോലികളെല്ലാം ആരാലും അല്ല, പ്രത്യേകമായ ഒരാളെ തിരഞ്ഞെടുക്കേണ്ടതായിരുന്നു. ആ ആരോ ഗ്രൂപ്പ് സർവീസ് ചെയർമാനായി. അങ്ങനെ ആരെങ്കിലും ചെയ്യുമെന്നല്ല ഞങ്ങൾ തീരുമാനിച്ചത്. ആരെങ്കിലും ചെയ്യട്ടെ അല്ലെങ്കിൽ ആരോ ചെയ്യട്ടെ എന്നുള്ള ഭാഗം, ആ ആരോ അല്ലെങ്കിൽ നോട്ട് ബൈ എനിബഡി, either somebody special had to be picked to do something. That somebody, ആ ആരോ become the group service chairman, ഞങ്ങളുടെ ഗ്രൂപ്പ് സർവീസിന്റെ ചെയർമാനായി മാറി. Of course this was all quite troublesome, for it marred our sometimes fallible serenity. Squabbling began, dark forecasts of our future were made,
and everybody yearned to go back into the parlors. തീർച്ചയായും ഇതെല്ലാം വളരെ പ്രശ്നകരമായിരുന്നു. കാരണം ഇത് ചിലപ്പോൾ ഞങ്ങളുടെ ശാന്തതയെ തന്നെ നശിപ്പിച്ചു. കലഹങ്ങൾ ആരംഭിച്ചു. നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള ഇരുണ്ട പ്രവചനങ്ങൾ പലരും നടത്തി. എല്ലാവരും പാർലറുകളിലേക്ക് അല്ലെങ്കിൽ വീടുകളിലേക്ക് തിരിച്ച് മടങ്ങിപ്പോകാൻ കൊതിച്ചു. പക്ഷെ ഞങ്ങൾക്കതിന് കഴിഞ്ഞില്ല. കാരണം ഞങ്ങളുടെ സേവന സമിതികൾ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നതിൽ പരാജയപ്പെടേണ്ടി വരുമെന്ന് ഞങ്ങൾ കണ്ടു. ഒരുപക്ഷെ പൂർണ്ണമായും തകർന്നു പോയേക്കാം. കെയെ ലളിതമാക്കാൻ ഞങ്ങൾ യഥാർത്ഥത്തിൽ സേവനങ്ങൾ സംഘടിപ്പിക്കേണ്ടതുണ്ട്. Of course, this was all quite some troublesome for it. Marred our sometimes fallible serenity. Squabbling began. Dark forecasts of our future were made, and everybody yearned to go back into the parlors, but we didn't because we couldn't. We saw we had to have a service committee. Committees failed to function, perhaps fall apart entirely. We had to actually have to organize service in order to keep AA simple. AA ലളിതമായി വെക്കാൻ ഞങ്ങൾ യഥാർത്ഥത്തിൽ സേവനങ്ങൾ സംഘടിപ്പിക്കേണ്ടതുണ്ടെന്ന് ഞങ്ങൾ കണ്ടു. Hospitals we are found, disliked drunks. We had been noisy nuisance who drank paying bills and seldom got well. But we quickly saw that many an alcoholic might never get a real chance with AA unless hospitalized. What could we do? ആശുപത്രികൾ ഞങ്ങൾ നേരത്തെ തന്നെ കണ്ടെത്തി കഴിഞ്ഞു. മദ്യപാനികളെ ഇഷ്ടപ്പെടാത്തവരാണ് ആശുപത്രികൾ. അവർ ബില്ലടയ്ക്കുന്നതിൽ നിന്ന് അവർ മദ്യപാനം നിർത്തിയാൽ പോലും ബില്ലടയ്ക്കൽ നിന്ന് മടിയുള്ളവരാണ്. അപൂർവമായി മാത്രമേ അവർ സുഖം പ്രാപിക്കുകയും ചെയ്യുന്ന വളരെ ശല്യക്കാരായിട്ടാണ് ആൽക്കഹോളിക്കിനെ ആശുപത്രികൾ കണ്ടിരുന്നത്. എന്നിരുന്നാലും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചില്ലെങ്കിൽ മദ്യപാനികളായ പലർക്കും എഐയിലുള്ള യഥാർത്ഥ അവസരം ഒരിക്കലും ലഭിക്കില്ലെന്ന് ഞങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കി. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? വാട്ട് കുഡ് വി ഡു? എന്ത് ചെയ്യാൻ കഴിയും? അപ്പൊ അന്നത്തെ കാലത്ത് ആശുപത്രികള് ഈ രോഗികളെ അഡ്മിറ്റ് ചെയ്യാനായിട്ട് വളരെ മടിയുള്ളവരായിരുന്നു. അറ്റ് ഫസ്റ്റ് ആദ്യം we went in for home tapering, but instead of tapering off, our new clients usually tapered on and right back into the bars again. ആദ്യം ഞങ്ങൾ വീട്ടിൽ പോയി ഞങ്ങളുടെ പുതിയ ആളുകൾ പലപ്പോഴും അവരെ കാണാനായി പോകുമ്പോൾ അവർ സുഖപ്പെടാൻ ആഗ്രഹമുണ്ടോ എന്ന് പരീക്ഷിക്കാനാണ് ഞങ്ങൾ പോയത്. പക്ഷെ അവർ വീണ്ടും പലപ്പോഴും ബാറുകളിലേക്ക് തിരിച്ചുപോയി. സം ഗ്രൂപ്പ്സ് ട്രൈഡ് ടു ഓർഗനൈസ് എ ഹോസ്പിറ്റൽ വിത്ത് MDs ഓൺ കോൾ. ചില AA ഗ്രൂപ്പുകൾ ഫോൺ വിളിയോടെ MDമാരെ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ബൈ ഫോണിൽ, അല്ലെങ്കിൽ പലർക്കും ടെലിഫോൺ ചെയ്തിട്ട് ഇങ്ങനെ വീട്ടിൽ ചെന്ന് കാണുന്ന ആളുകളെ ചികിത്സിക്കാനായിട്ട് ആ ആശുപത്രിയിൽ MDമാരെ ഉപയോഗിച്ചു. അങ്ങനെ AA ആശുപത്രികളായിട്ട് ഒരു ബന്ധം സംഘടിപ്പിക്കാൻ ശ്രമിച്ചു. ദിസ് ക്യാരീസ് മാറ്റേഴ്സ് ടു ഫാർ. ഇത് കുറച്ചും കൂടി മുന്നോട്ട് AA കൊണ്ടുപോയി. ഇറ്റ് പുട്ട് അവർ ഗ്രൂപ്പ് സ്ട്രേറ്റ് ഇൻ ടു സീരിയസ് ബിസിനസ്. പക്ഷേ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് നമ്മളുടെ ഗ്രൂപ്പുകളുടെ വളരെ സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗുരുതരമായ ഒരു ബിസിനസ്സിലേക്ക്, അല്ലെങ്കിൽ വളരെ കാണപ്പെടുന്ന ഒരു ബിസിനസ്സിലേക്ക് നമ്മളെ നയിച്ചു. ഒരു വ്യാപാരത്തിലേക്ക്, അല്ലെങ്കിൽ ഇത്തരം ആൽക്കഹോളിക്കിനെ കിട്ടുന്ന ഒരു വ്യാപാരത്തിലേക്ക് നമ്മളെ നയിച്ചു. ഓൾ ദീസ് early attempts were best. ഈ ആദ്യകാല ശ്രമങ്ങളെല്ലാം പരാജയങ്ങളായിരുന്നു. We finally learned that each AA group ought to be primarily a spiritual entity, not a business corporation. ഓരോ AA ഗ്രൂപ്പും പ്രാഥമികമായി ഒരു ആത്മീയ സ്ഥാപനമായിരിക്കണമെന്നും ഒരു ബിസിനസ് കോർപ്പറേഷൻ അല്ലെന്ന് ഞങ്ങൾ ഒടുവിൽ മനസ്സിലാക്കി. Then individual AAs and their friends began to set up rest homes and drunk farms as private enterprises. This worked a lot better, but still it wasn't enough. പിന്നീട് തുടർന്ന് വ്യക്തിഗത ആൽക്കഹോളിസം അനോണിമസിലെ അംഗങ്ങളും അവരുടെ സുഹൃത്തുക്കളും സ്വകാര്യ സംരംഭങ്ങളായി ഇത്തരം മദ്യാസക്തരെ കൊണ്ട് താമസിപ്പിക്കുന്ന വിശ്രമ കേന്ദ്രങ്ങളും പിന്നെ ഈ ലഹരിയിൽ നിന്ന് മുക്തമാക്കുന്ന ഫാമുകൾ അല്ലെങ്കിൽ കൃഷി സ്ഥലങ്ങൾ, അവരുടെ വലിയ ഏക്കർ കണക്കിലുള്ള കൃഷിയിടങ്ങളിൽ ഒരു ചെറിയ ഫാം പോലെയുള്ള സ്ഥലത്ത് ഇതുപോലെയുള്ള ലഹരി മോചന കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ തുടങ്ങി. ഇത് വളരെ നന്നായി പ്രവർത്തിച്ചു. പക്ഷെ ഇപ്പോഴും അത് മതിയാകുമായിരുന്നില്ല. At length, the medics began to come to our aid, agreeing with our hard-earned conclusions that a doctoring ought to be the affair of doctors. They commenced to help us make a hospital connection. കാലക്രമേണ ഡോക്ടർമാർ ഞങ്ങളെ സഹായിക്കാൻ തുടങ്ങി. ഡോക്ടറിങ് അല്ലെങ്കിൽ ഒരാളെ ചികിത്സിക്കുന്നത് ഡോക്ടർമാരുടെ കാര്യമായിരിക്കണമെന്ന ഞങ്ങളുടെ കഠിനമായ നിഗമനത്തോട് യോജിച്ചുകൊണ്ട് അവർ ഞങ്ങളോട് സഹായിക്കാൻ തുടങ്ങി. ആശുപത്രി ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ഞങ്ങളെ സഹായിക്കാൻ
commensurate to help us make a hospital connection. ആശുപത്രി ബന്ധങ്ങൾ ഉണ്ടാക്കാൻ അത് ഞങ്ങളെ സഹായിച്ചു. Our first attempts to cooperate with the hospital in city areas often led to damaging confusion. നഗരപ്രദേശങ്ങളിലെ ആശുപത്രികളുമായി ഞങ്ങൾ സഹകരിക്കാനുള്ള ആ ശ്രമങ്ങളുണ്ടല്ലോ, ആ ആദ്യ ശ്രമങ്ങൾ പലപ്പോഴും കുഴപ്പമുണ്ടാക്കുന്ന വലിയ ആശയക്കുഴപ്പത്തിലാണ് ഞങ്ങളെ പലരെയും നയിച്ചത്. Anybody sponsored anybody, and those hospital bills still didn't get paid. Cocksure AS told doctors how to run our wards. This easy-going lack of head or tail in our hospital relations didn't keep AS simple at all. Confusion was general until some hospital friendly told Metropolitan AA Group that responsible members with whom they could constantly deal with would have to be named, or else nobody said the hospitals could possibly cooperate with an anarchy. അപ്പോൾ പലപ്പോഴും ആശുപത്രികളിൽ പോയി പലരും അവരെ രോഗികളെ സ്പോൺസർ ചെയ്തു. ആരെങ്കിലും ഒക്കെ നമ്മുടെ ഗ്രൂപ്പിലുള്ള ആരെങ്കിലും രോഗികളെ സ്പോൺസർ ചെയ്തു. ആ ആശുപത്രികളിലെ ബില്ലുകൾ ഇപ്പോഴും പൂർണ്ണമായി അടയ്ക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ആ സമയത്ത് വാർഡുകൾ എങ്ങനെ പ്രവർത്തിപ്പിക്കണമെന്ന് AAകൾ ഡോക്ടർമാരോട് പറഞ്ഞു തുടങ്ങി. ഞങ്ങളുടെ ആശുപത്രി ബന്ധങ്ങളിൽ തലയോ വാലോ ഇല്ലാത്ത ഈ അനായാസമായ അഭാവം AA ഒട്ടും ലളിതമാക്കിയില്ല, കഠിനമാക്കുകയും ചെയ്തു. ചില ആശുപത്രികൾ മെട്രോപൊളിറ്റൻ AA ഗ്രൂപ്പുകളോട് തങ്ങൾക്ക് സ്ഥിരമായി ഇടപെടാൻ കഴിയുന്ന ഉത്തരവാദിത്തപ്പെട്ട അംഗങ്ങളെ പേര് നൽകേണ്ടി വരുമെന്ന് തുറന്നു പറയുന്നതുവരെ ആശയക്കുഴപ്പം സാധാരണമായിരുന്നു. ചില ആശുപത്രികൾ ഈ ആശയക്കുഴപ്പം ഒഴിവാക്കാനായി നിങ്ങളുടെ ഗ്രൂപ്പിലെ ഉത്തരവാദിത്തമുള്ള 1-2 പേരുടെ പേരുകൾ അവരുമായി പേര് നൽകുക, അല്ലെങ്കിൽ ഞങ്ങൾ അവരുമായി ബന്ധപ്പെട്ടോളാം എന്ന് പറയുന്നത് വരെ ഈ ആശയക്കുഴപ്പം സാധാരണമായിരുന്നു. ആർക്കും ആശുപത്രികൾക്ക് ഒരു അരാജകത്വത്തോട് സഹകരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു. Said the hospital could possibly cooperate with an anarchy. ചിലര് പറഞ്ഞു ഇങ്ങനെ ഈ അരാജകത്വത്തോട് സഹകരിക്കാൻ കഴിയില്ലെന്ന് ചില ആശുപത്രികൾ പറഞ്ഞു. It began to dawn upon AA that group responsibility would have to reach much further than the meetings hall doorstep on Tuesday and Thursday nights only. Otherwise, the new man approaching our door might miss the chance, might lose his life. ചൊവ്വ വ്യാഴം രാത്രികളിൽ മാത്രമേ ഗ്രൂപ്പ് ഉത്തരവാദിത്തം മീറ്റിംഗ് ഹാളിന്റെ പടിവാതിൽക്ക് എത്താൻ കഴിയുമെന്ന AAക്ക് മനസ്സിലായി. അതായത് ഒരു ഗ്രൂപ്പുകൾ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചകളിൽ മാത്രമേ ആദ്യത്തെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നുള്ളൂ ന്യൂയോർക്കിൽ. അപ്പൊ ആ സമയത്ത് മാത്രമേ പലർക്കും AAകൾക്ക് അവിടെ എത്താൻ കഴിയുന്നു. അല്ലാത്ത പക്ഷം നമ്മുടെ വാതിലിലേക്ക് അടുക്കുന്ന പുതിയ മനുഷ്യന് അവന്റെ അവസരം നഷ്ടപ്പെടാം, ചിലപ്പോൾ അവന്റെ ജീവനും നഷ്ടപ്പെടാം. സ്ലോവിലി, സാവധാനത്തിൽ, മോസ്റ്റ് റിലൂക്റ്റന്റ്ലി, ഏറ്റവും വൈമനസ്യത്തോടെ ഗ്രൂപ്പ്സ് ഇൻ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ഏരിയാസ് സോ ദേ വുഡ് ഹാവ് ടു ഫോം അസോസിയേഷൻസ്, ഓപ്പൺ സ്മോൾ ഓഫീസസ്, പേ ഫുൾ ടൈം സെക്രട്ടറീസ്. അങ്ങനെ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിലെ ഗ്രൂപ്പുകൾ അവർക്ക് അസോസിയേഷനുകൾ രൂപീകരിക്കേണ്ടി വരുമെന്ന് കണ്ടു. ചെറിയ ഓഫീസുകൾ തുറക്കണം, കുറച്ച് മുഴുവൻ സമയ സെക്രട്ടറിമാർക്ക് പണം നൽകേണ്ടി വരും. Terrific outcries went up. Too many. This really meant destructive organization, politics, professionalism, big husbands, a ruling officialdom, anti-government. Believe us, they argued, a local central office could cost Metropolitan AA members 50 cents a month a piece. That could turn into a damn and hard tax. What about our AA traditions of no fees or dues? അപ്പം കുറച്ചുപേരെ മുഴുവൻ സമയ സെക്രട്ടറിമാരെ പണം നൽകി നിയോഗിക്കേണ്ടി വരും. ഭയങ്കരമായ മുറവിളി ഗ്രൂപ്പുകളിൽ ഉയർന്നു. പലർക്കും ഇത് യഥാർത്ഥത്തിൽ വിനാശകരമായ ഒരു സംഘടനയായും രാഷ്ട്രീയമുണ്ടെന്നും പ്രൊഫഷണലിസം ആണെന്നും വലിയ ചെലവ് വരുന്ന സംഘടനയാണെന്നും ഭരണാധികാരമുണ്ടെന്നും ഇതൊരു സർക്കാർ അല്ലെങ്കിൽ ഗവൺമെന്റിനെ പ്രതിനിധീകരിക്കുന്നതാണെന്നും ഒക്കെ അർത്ഥമാക്കുന്നു. ഞങ്ങളെ വിശ്വസിക്കൂ, അവർ വാദിച്ചു. ഒരു പ്രാദേശിക സെൻട്രൽ ഓഫീസിന് മെട്രോപൊളിറ്റൻ AA അംഗങ്ങൾക്ക് പ്രതിമാസം 50 സെന്റ് ചെലവാകേണ്ടി വന്നു. അതൊരു നശിച്ച ഓരോ തലനികുതിയായി മാറിയേക്കാം. ഫീസോ കുടിശ്ശികയോ ഇല്ലാത്ത ഞങ്ങളുടെ AA പാരമ്പര്യത്തെ സംബന്ധിച്ച് എന്താണ് ഇത് പറയുന്നത്? അതായത് ഒരു ലോക്കൽ അംഗം അല്ലെങ്കിൽ പുതിയതായി വരുന്ന ഒരു അംഗത്തിന് കുറഞ്ഞത് 50 സെന്റ് ഒരു മാസം ചെലവാകും ഒരു AA അംഗത്തിന്. അപ്പൊ ഇതൊരു തലനികുതി, അല്ലെങ്കിൽ ഓരോ ഹെഡിനും നമ്മൾ നികുതി വാങ്ങുന്നതായി അവർ പലപ്പോഴും ഈ നശിച്ച തലനികുതിയായി മാറിയേക്കാം. ഫീസോ കുടിശ്ശികയോ ഇല്ലാത്ത ഞങ്ങളുടെ AA പാരമ്പര്യത്തെ സംബന്ധിച്ചിടത്ത്. വാട്ട് അബൌട്ട് അവർ AA ട്രഡീഷൻസ് ഫോർ no fees or dues? Of course, this exaggerated fears never materialize. തീർച്ചയായും ഈ അതിശയോക്തി കലർന്ന ഭയങ്ങൾ
ഒരിക്കലും യാഥാർത്ഥ്യമായില്ല. വി ഹാവ് ലോട്ട്സ് ഓഫ് ഗുഡ് ഇന്റർ ഗ്രൂപ്പ് അസോസിയേഷൻസ് നൗ വോളണ്ടിയർലി സപ്പോർട്ട് voluntarily supported the new man is getting a better break. The hospitals are pleased. തീർച്ചയായും ഈ അതിശയോക്തി കലർന്ന ഭയങ്ങൾ ഒരിക്കലും യാഥാർത്ഥ്യമായില്ല. ഞങ്ങൾക്ക് ഇപ്പോൾ ധാരാളം നല്ല ഇന്റർഗ്രൂപ്പ് അസോസിയേഷനുകളുണ്ട്. സ്വമേധയെ അവർ അവരെ പിന്തുണയ്ക്കുന്നു. പുതിയ മനുഷ്യന് മികച്ച ഒരു ഇടവേള കൊടുക്കുന്നു. ദ ന്യൂ മാൻ ഈസ് ഗെറ്റിംഗ് എ ബെറ്റർ ബ്രേക്ക്. ദ ഹോസ്പിറ്റൽ ആർ പ്ലീസ്ഡ്. ഞങ്ങളുടെ ആശുപത്രികൾ ഇപ്പോൾ സന്തോഷത്തിലാണ്. The office of one large association has sponsored and hospitalized 7,000 alcoholic. ഒരു വലിയ അസോസിയേഷന്റെ ഓഫീസ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഇന്റർഗ്രൂപ്പ് അസോസിയേഷന്റെ ഓഫീസ് 7,000 മദ്യപാനികളെ സ്പോൺസർ ചെയ്യുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രോംപ്റ്റ് ഇന്റർവ്യൂ ആൻഡ് ഫോൺ സർവീസ് ഇസ് പ്ലാന്റിംഗ് ദ സീഡ്സ് ഓഫ് റിക്കവറി ഇൻ അതർ തൗൺസൺസ്. അപ്പോ നേരിട്ടുള്ള അഭിമുഖത്തിലൂടെയും ഫോൺ സേവനവും മറ്റും കൂടി മറ്റ് ആയിരങ്ങൾ വീണ്ടെടുക്കലിന്റെ അല്ലെങ്കിൽ റിക്കവറിയുടെ വിത്തുകളിൽ പാകപ്പെടുകയാണ്, അല്ലെങ്കിൽ അവരിൽ പാകപ്പെടുകയാണ്. ലോക്കൽ മീറ്റിംഗ്സ് ഡയറക്ടറീസ് ആർ ഇഷ്യൂഡ്. പ്രാദേശിക മീറ്റിംഗ് ഡയറക്ടറികൾ പുറപ്പെടുവിച്ചു. പബ്ലിക് റിലേഷൻസ് അറ്റൻഡഡ് ടു, അതായത് പൊതുജന സേവനം അല്ലെങ്കിൽ പൊതുജന റിലേഷൻസ് അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധം, പബ്ലിക് റിലേഷൻസ് മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കപ്പെട്ടു. അറ്റൻഡ് ടു റീജിയണൽ ഗാദറിംഗ്സ് ആൻഡ് ഡിന്നർ സെറ്റപ്പ്. അപ്പൊ പ്രാദേശികമായ സമ്മേളനങ്ങളും അത്താഴങ്ങളും ഞങ്ങൾ സജ്ജീകരിച്ചു. വി ഫൗണ്ട് ദിസ് ലാസ്റ്റ് വുഡൻ ബി കെയർലെസ്ലി ലെഫ്റ്റ് ടു എനിബഡി ഹു ഹാപ്പൻ ടു ഫീൽ ലൈക്ക് ഗിവിംഗ് ഇന്റർവ്യൂസ് ഓർ പ്ലെൻഡിംഗ് അപ്പ് എ ബണ്ടിൽ ഓഫ് tickets and handbills. In short, intergroup do the Severia chorus that no single individual or group could. They unify region, they make a. അങ്ങനെ ഞങ്ങൾ പ്രാദേശിക മീറ്റിംഗ് ഡയറക്ടർ പുറപ്പെടുവിക്കുന്നു, പബ്ലിക് റിലേഷൻസിൽ പങ്കെടുക്കുന്നു, പ്രാദേശിക സമ്മേളനങ്ങളും അത്താഴങ്ങളും സജ്ജീകരിക്കുന്നു, അഭിമുഖങ്ങൾ നൽകാനോ ചില ബില്ലുകളുടെ പണമടയ്ക്കാനോ അച്ചടിക്കാനോ തോന്നുന്ന ആർക്ക് അശ്രദ്ധമായി നൽകാനാവില്ലെന്ന് ഞങ്ങൾ കണ്ടെത്തി. അതായത് ആരെങ്കിലും നമുക്ക് വി ഫൗണ്ട് ദിസ് ലാസ്റ്റ് വുഡൻ ബി കെയർലെസ്ലി ലെഫ്റ്റ് ഇൻ ടു എനിബഡി ഹു ഹാൻഡ് ദ ഫീൽഡ് ലൈക്ക് ഗിവിംഗ് ഇന്റർവ്യൂസ് പ്രിന്റിംഗ് അപ്പ് എ ബണ്ടിൽ ഓഫ് ടിക്കറ്റ്സ് ആൻഡ് ഹാൻഡ് ബിൽസ്. അപ്പൊ ടിക്കറ്റുകൾ, അതായത് ഇത്തരം അഭിമുഖങ്ങൾക്ക് പോകുമ്പോൾ എന്തെങ്കിലും ടിക്കറ്റുകളോ ധാരാളം ഹാൻഡ് ബിൽസുകളോ കൊടുക്കാൻ കഴിയും ഞങ്ങൾ കണ്ടു. ഇൻ ഷോർട്ട്, ഇൻ ഗ്രൂപ്പ് ഡു ദോസ് ഏരിയ കോറസ് ദാറ്റ് നോ സിംഗിൾ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് കുഡ്. യൂണിഫൈ റീജിയൻ, ദേ മേക്ക് എ. അങ്ങനെ ഒരു വ്യക്തിക്കോ ഗ്രൂപ്പിനോ കഴിയാത്ത മേഖലകളിൽ ജോലികൾ ഇന്റർഗ്രൂപ്പുകൾ ചെയ്യുന്നു. അവർ പ്രദേശങ്ങളെ ഏകീകരിക്കുന്നു. അവർ എക്ക് ഒരു അടിസ്ഥാനം ഉണ്ടാക്കുന്നു. By 1937, 1937, some of us realized that AI needed a standard literature. എക്ക് ഒരു സാധാരണ സാഹിത്യം ആവശ്യമാണെന്ന് ഞങ്ങളിൽ ചിലർക്ക് മനസ്സിലായി. There would have to be a book. നമുക്കൊരു പുസ്തകം ഉണ്ടായിരിക്കണം. Our word of mouth program could be garbled. We might be destroyed by dissensions over basic principles, and then our public relations would surely go to pot. അപ്പോ നമ്മുടെ ഈ പറയുന്ന വാക്ക് ഓഫ് പ്രോഗ്രാം അല്ലെങ്കിൽ വാമൊഴിയായിട്ട് പോകുന്ന ഈ പ്രോഗ്രാം ചിലപ്പോൾ പിന്നീട് വികലമാക്കിപ്പെട്ടേക്കാം. അടിസ്ഥാന തത്വങ്ങളെ കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസത്താൽ നാം പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടേക്കാം. അപ്പോൾ നമ്മുടെ പബ്ലിക് റിലേഷൻസ് തീർച്ചയായും നമ്മളെ നാശത്തിന്റെ പാത്രത്തിലേക്ക് തള്ളിവിടും. We had fall flat on our obligations to the alcoholic who hadn't yet heard unless we put our knowledge on paper. നമ്മുടെ അറിവ് കടലാസിൽ ഒട്ടിച്ചു വെച്ചില്ലെങ്കിൽ ഇതുവരെ കേട്ടിട്ടില്ലാത്ത പുതിയ മദ്യപാനികളോടുള്ള നമ്മുടെ കടപ്പാടിൽ നമ്മൾക്ക് വീഴ്ച പറ്റും. അപ്പോ പുതിയ മദ്യപാനികൾക്ക് ഇതെങ്കിൽ നമ്മളൊരു നോളജ് ഓൺ പേപ്പർ, ഇത്തരം അറിവുകൾ ഞങ്ങൾ ഒരു കടലാസിൽ കുറിച്ചു വെക്കാൻ തയ്യാറായി. ബട്ട് നോട്ട് എവരിബഡി അഗ്രീഡ്. എന്നാൽ എല്ലാവരും അപ്പോൾ സമ്മതിച്ചില്ല. മെനി വെയർ ബാഡ്ലി സ്കേർഡ് ബൈ ദിസ് പ്രൊപ്പോസൽ. ഇത്തരം ഒരു നിർദ്ദേശത്തിൽ പലരും ഭയപ്പെട്ടു. ഇൻ സം ക്വാണ്ടിറ്റി വുഡ് ബി നീഡഡ്. ദെയർ വുഡ് ബി ഹ്യൂജ് ഡിസ്പ്യൂട്ട്സ് ഓവർ ഓതർഷിപ്പ്, റോയൽറ്റീസ്, പ്രോഫിറ്റ്സ്, പ്രൈസസ് ആൻഡ് ദ കണ്ടന്റ്സ് ഓഫ് ദ ബുക്ക് ഇറ്റ്സെൽഫ്. അപ്പോ കുറച്ചളവിൽ പണം ആവശ്യമായി ഇതിന് വരുന്നതാണ് ഈ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു ബുക്കിന്റെ കർത്തൃത്വം അല്ലെങ്കിൽ ആരാണ് ഓതർഷിപ്പ്, റോയൽറ്റി എന്ത് ചെയ്യും, ലാഭം എന്ത് ചെയ്യും, വിലകൾ എത്ര ഇടും, പുസ്തകത്തിന്റെ ഉള്ളടക്കം എന്തായിരിക്കും എന്നിവയെ ചൊല്ലി വലിയ തർക്കങ്ങൾ ഉണ്ടാകും.
Some truly believed that this seemingly reckless project would blow our little society to bits. Let's avoid trouble. Let's keep things simple, they said. അപ്പൊ പുസ്തകത്തിന്റെ ഉള്ളടക്കത്തെ ചൊല്ലി പോലും വലിയ തർക്കങ്ങൾ ഉണ്ടായി. അശ്രദ്ധമായി തോന്നുന്ന ഈ പദ്ധതി നമ്മുടെ ഈ കൊച്ചു സമൂഹത്തെ തകർത്ത് കളയുമെന്ന് അവരിൽ പലരും വിശ്വസിക്കുകയും ചെയ്തു. നമുക്ക് ആ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കാം, കാര്യങ്ങൾ ലളിതമാക്കാം എന്ന് അവർ പറഞ്ഞു. Well, we did quarrel violently over the preparation and distribution of that book. That AA book. ശരി, ആ AA ബുക്കിന്റെ തയ്യാറാക്കലുകളിലും വിതരണത്തിലും സംബന്ധിച്ച് ഞങ്ങൾ ശക്തമായ വഴക്കാണിട്ടത്. In fact, it took 5 years for the calmer to die down. വാസ്തവത്തിൽ മുറവിളി ഇല്ലാതാക്കാൻ 5 വർഷമെടുത്തു. Should any AS dream that the old timers who put the book together went out at the time in serene meditation and white robes, then they had best forget it. പുസ്തകം ഒരുമിച്ച് ചേർത്ത പഴയകാല ആളുകൾ ശാന്തമായ ധ്യാനത്തിലും വെളുത്ത വസ്ത്രത്തിലും അക്കാലത്ത് സഞ്ചരിച്ചുവെന്ന് ഏതെങ്കിലും ഏയകൾ സ്വപ്നം കണ്ടാൽ അവർ ആ കാലം മറന്നുപോയി, നന്നായി മറന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. Should any dreams, ഏതെങ്കിലും ആളുകൾ that the old timers, അത്തരം പഴയ ആളുകൾ who put the book together when they about at the time the serene meditation and white robes, അതായത് വെള്ള വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് വളരെ ആത്മീയമായ ഒരു ചൈതന്യത്തിലൂടെ കടന്നുപോയി, then they had best forget it. നിങ്ങൾ അത് മറക്കുന്നതാണ് നല്ലത്. The inspiration that the readers now say they find in the volume must have got there by the grace of God only. അവർ ആ സ്വപ്നത്തെ മറക്കുന്നതാണ് നല്ലത്, അവിടെ ഏറ്റവും നന്നായി മറന്നു പോകുന്നതാണ് നല്ലത്. വായനക്കാർ ഇപ്പോൾ നമ്മുടെ ഈ ബുക്കിന്റെ ബാല്യത്തിൽ കണ്ടെത്തിയതായി പറയുന്ന ദൈവം ഉണ്ടല്ലോ, ആ ദൈവത്തിന്റെ മാത്രം പ്രചോദനത്താലും കൃപയാലും മാത്രമായിരിക്കണം ആ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടത്. Let's see what has happened. എന്നിട്ടും എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. 200,000 AA books circulated in this year 1951. 1900 ഈ വർഷം 1951 2 ലക്ഷം AA ബുക്കുകൾ ലോകം മുഴുവനായിട്ട് പ്രചരിച്ചിട്ടുണ്ട്. Silently scattering our message worldwide, lightening the path of progress for nearly every incoming member. ഞങ്ങളുടെ സന്ദേശം ലോകമെമ്പാടും നിശബ്ദമായി വിതരാൻ കഴിഞ്ഞു. മിക്കവാറും എല്ലാ വരുന്ന പുതിയ അംഗങ്ങൾക്കും പുരോഗതിയുടെ പാത പ്രകാശിപ്പിച്ചു. വിത്തൗട്ട് ഡൗട്ട്, സംശയമില്ല, that book is the backbone of our unity. It has unbelievably simplified our task. ആ പുസ്തകം സംശയമില്ല, ആ പുസ്തകം നമ്മുടെ ഐക്യത്തിന്റെ നട്ടലാണ്. അത് നമ്മുടെ ചുമതല അവിശ്വസനീയമാം വിധം ലളിതമാക്കിയിരിക്കുന്നു. Although its preparations was in part of a very material proceeding, indeed those early labor pains of its creation did help form our society and cause its function. The spiritual results in sobriety, in happiness and faith is altogether beyond any reckoning. അപ്പോൾ ഭാഗികമായി നമ്മുടെ ആ ചുമതല അവിശ്വസനീയമാം വിധം ഈ പുസ്തകം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ലളിതമായിരിക്കുന്നു. അതിന്റെ തയ്യാറെടുപ്പ് ഭാഗികമായി വളരെ ഭൗതികമായ നടപടിയായിരുന്നുവെങ്കിലും അതിന്റെ സൃഷ്ടിയുടെ ആദ്യകാല പ്രസവ വേദന ഞങ്ങളുടെ സൊസൈറ്റി രൂപീകരിക്കാനും അതിന്റെ പ്രവർത്തനത്തിന് കാരണമാകാനും സഹായിച്ചു. ആത്മീയ ഫലം, ശാന്തത, സന്തോഷം, വിശ്വാസം എന്നിവയിലാണത്. ഒരു ഇറ്റ്സ് ഓൾ ടുഗദർ ബിയോണ്ട് എനി റെക്കണിങ്, ഒരു കണക്ക് കൂട്ടലിന് അതീതമായ കാര്യങ്ങളാണ് പിന്നീട് സംഭവിച്ചത്. കാരണം നമ്മുടെ സൊസൈറ്റിക്ക് ഒരു പേരുണ്ടായി, ഒരു ആത്മീയ ഫലമുണ്ടായി, ശാന്തതയുണ്ടായി, സന്തോഷമുണ്ടായി, വിശ്വാസമുണ്ടായി. ദിസ് ഗ്രൂപ്പ് ഓഫ് ഹെഡ്ക്വാർട്ടേഴ്സ് സർവീസ് എനേബിൾ AA ടു ഫംഗ്ഷൻ ആസ് എ ഹോൾ. ആസ്ഥാന സേവനങ്ങളുടെ ഈ ഗ്രൂപ്പ് AA മൊത്തത്തിൽ പ്രവർത്തിക്കാൻ പ്രാപ്തരാക്കുന്നു. നമ്മുടെ AAയുടെ ഹെഡ്ക്വാർട്ടേഴ്സ്, ദേ ഗാർഡ് അവർ ട്രഡീഷൻസ്, അവർ നമ്മുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ കാക്കുന്നു. ദേ ഇഷ്യൂ അവർ പ്രിൻസിപ്പൽ ലിറ്ററേച്ചർ, അവർ നമ്മുടെ പ്രധാന സാഹിത്യമായിട്ടുള്ള AA ബുക്ക് പ്രസിദ്ധീകരിക്കുന്നു. ദേ വാച്ച് ഓവർ അവർ ജനറൽ പബ്ലിക് റിലേഷൻ ആൻഡ് സോ റിലേറ്റ് അസ് റൈറ്റ്ലി ടു, അവർ നമ്മുടെ പൊതു പബ്ലിക് റിലേഷൻ നിരീക്ഷിക്കുകയും പുറം ലോകവുമായി നമ്മെ ശരിയായി ബന്ധപ്പെടുത്തുകയും ചെയ്യുന്നു. ജനറൽ പബ്ലിക് റിലേഷൻ ആൻഡ് സോ റിലേറ്റ് അസ് റൈറ്റ്ലി ടു ദി വേൾഡ് ഔട്ട്സൈഡ്, പുറം ലോകവുമായി നന്നായി ബന്ധപ്പെടുത്തുന്നു. They mediate our difficulties. They guide our policy. Therefore, this indispensable service and AA principles lifelines to the millions who do not know. അപ്പോൾ
നമ്മുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് നമ്മുടെ പബ്ലിക് റിലേഷൻസിനെ അല്ലെങ്കിൽ പൊതുജനങ്ങളുമായിട്ട് നമ്മളെ ബന്ധിപ്പിക്കുന്നത്. അവർ നമ്മുടെ പബ്ലിക് റിലേഷൻസ് നിരീക്ഷിക്കുകയും പുറലോകവുമായി നമ്മെ ശരിയായി ബന്ധപ്പെടുത്തുകയും ചെയ്യുന്നു. അവർ നമ്മുടെ പ്രയാസങ്ങളിൽ മധ്യസ്ഥത വഹിക്കുന്നു. അവർ നമ്മുടെ നയത്തെ നയിക്കുന്നു. അതിനാൽ ഒഴിച്ചുകൂടാനാവാത്ത സേവനങ്ങൾ അറിയാത്ത ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് എഐയുടെ പ്രധാന ലൈഫ് ലൈനുകളാണ് ഈ തത്വങ്ങൾ. എസ് പ്രിൻസിപ്പൽ ലൈഫ് ലൈൻസ് ടു ദി മില്യൺസ് ഹു ഡു നോട്ട് നോ. എയെ പറ്റി അറിയാത്ത അനേകം മില്യൺസിലായ ആളുകൾക്ക് ഒരു ലൈഫ് ലൈനാണ് ഈ നമ്മുടെ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ സേവനങ്ങൾ. ഇറ്റ് ഈസ് ദിസ് വേൾഡ് സെന്റർ ഓഫ് സർവീസ് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ദ പ്രിൻസിപ്പൽ bequest in our recently announced third legacy, and it is by the terms of this legacy of service that the General Service Conference of Alcoholics Anonymous, a representative body of state and professional delegates, assumed control and guidance of this principal affairs of AA last April. ഈ ഒരു ലോക സേവന കേന്ദ്രമാണ് ഞങ്ങളുടെ അടുത്തിടെ പ്രഖ്യാപിച്ച മൂന്നാം പൈതൃകത്തിലെ പ്രധാന വാസ്യത് പ്രധാന വസ്തിയത്. ഈ ലെഗസി ഓഫ് സർവീസിന്റെ നിബന്ധനകൾ അനുസരിച്ചാണ് കഴിഞ്ഞ ഏപ്രിലിൽ സംസ്ഥാനത്തെയും പ്രവിശ്യ ഏരിയകളിലെയും പ്രതിനിധി സംഘടനയായ ആൽക്കഹോളിക്സ് അനോണിമസ് ജനറൽ സർവീസ് കോൺഫറൻസ് എയുടെ ഒരു പ്രധാന കാര്യങ്ങളുടെ നിയന്ത്രണവും മാർഗനിർദ്ദേശവും ഏറ്റെടുത്തത്. ദാറ്റ് ഈവൻ മാർക്ക്ഡ് the passing of responsibility for our world service from Dr. Bob, our friends, and myself to you, the members of Alcoholics Anonymous. Support and guard this asset well. The lives and fortunes of millions, the very survival of AA itself, may depend much upon how well you discharge this, your newfound obligations. ഡോക്ടർ ബോബിൽ നിന്നും ഞങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നും എന്നിൽ നിന്നും നിങ്ങളിലേക്ക്, അതായത് ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങളിലേക്ക് നിങ്ങളുടെ ഈ ലോക സേവനങ്ങൾ ഉത്തരവാദിത്തം കടന്നു പോകുന്നതായി ആ സംഭവം അടയാളപ്പെടുത്തി. ഈ ആസ്തികളെ നിങ്ങൾ പിന്തുണയ്ക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. ദശലക്ഷക്കണക്കിന് ഇനിയും വരാനിരിക്കുന്ന ആളുകളുടെ ജീവിതവും ഭാഗ്യവും എയുടെ തന്നെ അതിജീവനവും നിങ്ങൾക്ക് ഇത് എത്ര നന്നായി നിർവഹിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. നിങ്ങളുടെ ഈ പുതിയ ബാധ്യത നിങ്ങൾ എത്രമാത്രം ഉത്തരവാദിത്തത്തോടു കൂടി നിർവഹിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കും. Let us make our service respectable. Let us rank them in importance with the 12 steps of recovery and the 12 principles of AA traditions. Let us forget our fear of our organizations. Let us remember that AA as a whole cannot be organized, but that we must go so organize and support our special service that AA can functions. Let us forget our early fears of professionalism, of the accumulation of wealth, of government. Experience now, fortified by our traditions, has already assured us none of these evils are likely to descend upon us. നമ്മുടെ സേവനങ്ങളെ നമുക്ക് മാന്യമാക്കാം. വീണ്ടെടുക്കലിന്റെ അല്ലെങ്കിൽ റിക്കവറിയുടെ ഈ 12 പടികൾ പാരമ്പര്യത്തിന്റെ 12 തത്വങ്ങൾ ഉപയോഗിച്ച് നമുക്ക് വളരെ പ്രാധാന്യത്തോടെ കൊണ്ടു നടക്കാം അല്ലെങ്കിൽ റാങ്ക് ചെയ്യും. അമിതമായിട്ടുള്ള സംഘടനാ ബോധ്യം അല്ലെങ്കിൽ അമിതമായിട്ടുള്ള സംഘടനാ ബോധ്യം നമുക്ക് മാറ്റാം, അല്ലെങ്കിൽ നമ്മുടെ ഭയം നമുക്ക് മറക്കാം. മൊത്തത്തിൽ സംഘടിപ്പിക്കാൻ കഴിയില്ലെന്ന് നമുക്ക് ഓർക്കാം. എന്നാൽ എക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന ഞങ്ങളുടെ പ്രത്യേക സേവനങ്ങൾ ഞങ്ങൾ സംഘടിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും വേണം. പ്രൊഫഷണലിസത്തിന്റെ കുറിച്ചും സമ്പത്തിന്റെ ശേഖരണത്തെക്കുറിച്ചും സർക്കാരിനെ കുറിച്ചുമുള്ള നമ്മുടെ ആദ്യകാല ഭയം നമുക്ക് മറക്കാം. നമ്മുടെ പാരമ്പര്യങ്ങളാൽ ഉറപ്പിക്കപ്പെട്ട ഈ അനുഭവം ഈ തിന്മകളൊന്നും നമ്മിലേക്ക് ഇറങ്ങാൻ സാധ്യതയില്ലെന്ന് ഇതിനകം ഉറപ്പ് നൽകിയിട്ടുണ്ട്. Above all, എല്ലാറ്റിനുപരിയായി ലെറ്റ്സ് ചേഞ്ച് അവർ ഓൾഡ് ആറ്റിറ്റ്യൂഡ്സ് അബൌട്ട് മണി. പണത്തെക്കുറിച്ചുള്ള നമ്മുടെ പഴയ മനോഭാവം മാറ്റാം. കളക്റ്റീവ്ലി, മൊത്തത്തിൽ മെമ്പേഴ്സ് ഏൺ ആൻ എനോർമസ് ഇൻകം ബിക്കോസ് ഓഫ് ദെയർ സോബ്രേറ്റി. അംഗങ്ങൾ അവരുടെ ശാന്തത കാരണം ഒരു വലിയ വരുമാനം ഇപ്പോൾ നേടിയിട്ടുണ്ട്. ഇറ്റ്സ് $1.5 billion ബോണൻസ ഈച്ച് ഇയർ. അത് ഓരോ വർഷവും $1.5 billion ബോണൻസയാണ് അല്ലെങ്കിൽ ബോണസായി കിട്ടുന്നതാണ് അവർക്ക്. Can we not wisely, gratefully and humbly reinvest a tiny fraction of this vast sum of this vital service that make AETIC? നന്ദിപൂർവം, ബുദ്ധിപൂർവം, താഴ്മയോടെ ഈ വലിയ നമ്മൾ നേടിയ തുകയുടെ ഒരു ചെറിയ അംശം മാത്രം എയുടെ ഉറപ്പാക്കുന്ന സുപ്രധാന സേവനങ്ങളിൽ പുനർനിക്ഷേപിക്കാൻ നമുക്ക് കഴിയില്ലേ?
I think we can, and I think we shall, for in our own lives we have seen sobriety produce money, and in our AA service we have seen a little money produce incalculable spiritual dividends. Let's think this all through again. ഞങ്ങൾക്ക് കഴിയുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഞങ്ങൾ ചെയ്യുമെന്നും ഞാൻ കരുതുന്നു. കാരണം നമ്മുടെ സ്വന്തം ജീവിതത്തിൽ സ്വബോധാവസ്ഥ അല്ലെങ്കിൽ ശാന്തത പണം ഉൽപ്പാദിപ്പിക്കുന്നത് ഞങ്ങൾ കണ്ടു. ഞങ്ങളുടെ സേവനങ്ങളിൽ കുറച്ച് പണം കണക്കാക്കാനാവാത്ത ആത്മീയ ലാഭവിഹിതം സൃഷ്ടിക്കുന്നത് ഞങ്ങൾ കണ്ടു. നമുക്കിതെല്ലാം വീണ്ടും ചിന്തിക്കാം. By our 12 steps we have recovered, by our 12 traditions we have unified, and through our third legacy service we shall carry the AA message down through all the corridors of time to come. Of this I am happily confident. ഞങ്ങളുടെ 12 പടികളുടെ ഈ ഘട്ടങ്ങളിലൂടെ ഞങ്ങൾ വീണ്ടെടുത്തു. ഞങ്ങളുടെ 12 പാരമ്പര്യങ്ങളിലൂടെ ഞങ്ങൾ ഒന്നായി ഐക്യത്തോടെ ഏകീകരിച്ചു. ഞങ്ങളുടെ 3-ാം പൈതൃകത്തിലൂടെ അല്ലെങ്കിൽ സേവനത്തിലൂടെ വരാനിരിക്കുന്ന കാലത്തിന്റെ ഈ ഇടനാഴികളിലൂടെയും ഞങ്ങൾ സന്ദേശം വഹിച്ചുകൊണ്ട് പോകും. ഇതിൽ ഞാൻ സന്തോഷത്തോടെ ആത്മവിശ്വാസത്തിലാണ്. ഹാപ്പിലി കോൺഫിഡന്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ലേഖനം അദ്ദേഹം അവസാനിപ്പിക്കുന്നത്.